സ്വാമിയേ സ്വാമിയേ. ജാഗ്രത, ഉത്തിഷ്ഠത ജാഗ്രത, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. എല്ലാ കാര്യത്തിനും ഒരു ജാഗ്രത ആവശ്യമാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭൂമി നഷ്ടപ്പെട്ട് നമ്മൾ കേട്ടു. അതിന് ഒരു ജ്യോതിഷൻ്റെ അടുക്ക പോകേണ്ട, അതിൻ്റെ കാരണം എന്താണെന്ന്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന താപ്പാനകളുണ്ട്. പണം കണ്ടാൽ അമ്മയെയും അച്ഛനെയും പോലും വേറെ രീതി പേര് പറഞ്ഞ് പെരുമയടിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ധർമ്മമില്ല, ധർമ്മച്യുതി. നാട് മുഴുവൻ നമ്മൾ കേരളം നോക്കും. തിരുവിതാംകൂർ മുഴുവൻ ആരുടെയാണ്? ശ്രീ പത്മനാഭസ്വാമിയുടേതാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് പൂർണ്ണമായും തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭൻ്റെ നടക്കൽ കൊണ്ട് സമർപ്പിച്ചു. പിന്നീട് അവർ അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭദാസ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. കുമാരനെല്ലൂർ എന്ന് പറഞ്ഞൊരു ദേവസ്വമുണ്ട്. കുമാരനെല്ലൂർ ദേവിയെ അല്ല പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചത്, മുരുകനെയാണ്. അപ്പോൾ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഉദയനാപുരത്ത് ഉള്ള മുരുകൻ അവിടെ പ്രതിഷ്ഠിക്കുകയും ദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തൊരു ചരിത്ര സംഭവങ്ങളാണ്. രാജാവ് വരുന്ന സമയത്ത് രാജാവ് ഇതിനെപ്പറ്റി എന്തോ അഭിപ്രായം പറഞ്ഞു. ആ പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടി. രാജാവ് ഒരു ജ്യോതിഷിയോട് ചോദിച്ചു, എന്താ സംഭവം? അത് അമ്മയുടെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാജാവ് വിളംബരം പ്രഖ്യാപിച്ചു, ആ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശം മുഴുവൻ കുമാരനെല്ലൂർ ദേവസ്വത്തിന് ഇത് ചരിത്രമാണ്. നിങ്ങൾ അവിടുത്തെ മാഞ്ഞൂർ ആ പ്രദേശങ്ങളൊക്കെ പോയ, മാഞ്ഞൂർ എന്ന സ്ഥലം, അവിടെ പോയാൽ അറിയാം. ഇത് കുമാരനെല്ലൂർ ദേവസ്വം പണ്ടാരവക അല്ല. ഇതുപോലെ കൊടുങ്ങല്ലൂർ വന്നാൽ ഈ പ്രദേശം മുഴുവൻ ഇവിടുത്തെ. കോഴിക്കോട് പോയ സാമൂതിരിയുടെ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇന്നോ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ സീതാദേവി ക്ഷേത്രം വയനാട് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുടെ സ്വത്താണ്. അന്യാധീനപ്പെട്ടു പോയി. കൊട്ടിയൂർ ക്ഷേത്രം, അവിടെ പോയി ഒന്ന് അന്വേഷിക്കും. കൊട്ടിയൂർ ആ ക്ഷേത്രത്തിൻ്റെ പരിസരമല്ലാതെ വേറെ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു കേസിൽ കൊട്ടിയൂർ ദേവസ്വത്തിന് കോടതി പറഞ്ഞു ആ ഭൂമി മുഴുവൻ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി PR കുറുപ്പ് പറഞ്ഞു, കൊട്ടിയൂർ ഭഗവാൻ ഭൂമിയുടെ ആവശ്യമില്ല. വടക്കുംനാഥ ക്ഷേത്രം, ഭഗവാന്റെ തിരിച്ചടി എന്ന സങ്കല്പമുള്ള വടക്കുംനാഥ ക്ഷേത്രം, അവിടെയാണ് പൂന്തോട്ടം, വാട്ടർ ടാങ്ക് വേണ്ടെന്നല്ല പറഞ്ഞ്, എല്ലാം കൊടുക്കുകയാണ്. ആരാ കൊടുക്കുന്നത്? സ്വന്തം ഭൂമിയിൽ ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുക്കാത്തവർ ദേവസ്വത്തിൻ്റെയും പൊതുസ്വത്തുക്കൾ മുഴുവൻ അവരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ദാനം ചെയ്യുന്നു. ഓരോ പ്രദേശങ്ങളിൽ കരുനാഗപ്പള്ളി അടുത്തൊരു ക്ഷേത്രമുണ്ട്, പുതിയകാവ്. ഏക്കർ കണക്കിന് പോലും വലിയൊരു മൈതാനം. നാട്ടുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പന്ത് കളിക്കണം, ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. കേസ് നടന്നു, കോടതി അനുകൂലമായിട്ട് വിധിച്ചു. ഇന്ന് നമ്മുടെ പുതിയകാവ് ക്ഷേത്രത്തിൻ്റെയാണ്. ഏലൂർ പാട്ടുപുരക്കൽ ക്ഷേത്രം, ഇതേപോലെ ധാരാളം സംഭവങ്ങൾ. കോട്ടയത്ത് മാതൃമല ക്ഷേത്രം, ഇങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ ഭൂമിയെല്ലാം അന്യായപ്പെട്ടു. ഇപ്പം നമ്മുടെ ഒരു ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നില്ലേ, ആ പ്രദേശം മുഴുവൻ ഒരു ക്ഷേത്രത്തിൻ്റെതാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രദേശങ്ങൾ മുഴുവൻ ക്ഷേത്രഭൂമി ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം കുറേ ഉണ്ട്, അന്യാധീനപ്പെട്ടിരിക്കുകയാണ്. മഞ്ചേരിയിലൊരു ക്ഷേത്രത്തിൻ്റെ 700 ഏക്കർ മനോരമയുടെ കയ്യിലായിരുന്നു. തെങ്ങ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ്. അവർ റബ്ബർ വെച്ചു. നമ്മുടെ ഭക്തജനങ്ങളുടെ സംഘടനകൾ ഒന്നിച്ച് ചേർന്ന് കേസ് കൊടുത്തു. 400 ഏക്കർ തിരിച്ചു കിട്ടി, ബാക്കി ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെ ഭൂമി നഷ്ടപ്പെടുന്നു. ജാഗ്രത. ഭൂമി മാത്രമല്ല, കൊളുത്തുന്ന എണ്ണ മുഴുവൻ മായമാണ്, ശുദ്ധമല്ല. നെയ്യ് ശുദ്ധമല്ല, ഉറപ്പിച്ചു പറയാം. ഇതിലൊക്കെ ഒരു ജാഗ്രത. നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. സജ്ജനങ്ങളെ, ഭക്തന്മാരെ, ഈ തരത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, ക്ഷേത്ര ചൈതന്യം. ഇനി ഇതിൻ്റെ എല്ലാം പരിഹാരം കാണേണ്ടത് ആരാ? ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാർ. ഇവിടുത്തെ 5 ദേവസ്വം ബോർഡുണ്ട്. 5 ദേവസ്വം ബോർഡും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാണ്. ഈശ്വരവിശ്വാസം ഇല്ല. അവരെന്തുകൊണ്ട് അവിടെ പ്രസിഡൻ്റായി, സെക്രട്ടറിയായി? അവർ പണ്ട് CITUവിൻ്റെ സെക്രട്ടറി ആയിരുന്നു, വേറെ യൂണിയൻ ചുമതല ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാ?
എല്ലാവർക്കും അറിയാം. അവർക്കെന്ത് ഈശ്വരവിശ്വ, അവർക്കെന്ത് ചൈതന്യം, അവർക്കെന്ത് ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഏത് തരത്തിൽ എവിടെ വേണേലും പ്രവർത്തിച്ചു, പക്ഷേ ആ കസേരയിലിരിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരവിശ്വാസിയായിരിക്കണം. കോടിക്കണക്കിന് ഭക്തകളെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഒരിക്കലും അല്ല ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ശബരിമല ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ചവരുടെ അവസ്ഥ ഇന്ന് എന്താണെന്ന് അന്വേഷിച്ചു. കുടുംബം മുഴുവൻ നശിച്ചു, കുടുംബം മുഴുവൻ. ഇത് വെറുതെ അല്ല, ഇത് സത്യമാണ്. ദേവസ്വത്തിൻ്റെ സ്വത്ത്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ചൈതന്യം കുറയ്ക്കാനുള്ള കൃത്രിമ മാർഗങ്ങൾ, ഇതെല്ലാം സമൂഹത്തെ മുഴുവൻ തകർക്കും, കുടുംബത്തെ തകർക്കും. അതുകൊണ്ട് ഇതെല്ലാം ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾ കാണിക്കിട്ടാൽ മാത്രം പോരാ. പരിപാടി ഇന്ന് എന്താ നോക്കിയാൽ പോരാ, കുട്ടന്മാരുടെ മേളം മാത്രം കണ്ടാൽ പോരാ. അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണം. ജാഗ്രത. നമ്മുടേതാണ് ക്ഷേത്രം, ആ ചിന്ത നമുക്ക് വേണം. ഇന്നലെ ഒരു പരിപാടി വത്തിക്കാനിൽ നടന്നു. പത്രങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. സ്വാമി വിവേകാനന്ദൻ 1892 ഷൊർണൂരിൽ വന്ന് തീവണ്ടി ഇറങ്ങി, കാളവണ്ടിയിൽ തൃശ്ശൂർ വന്ന്, കൊടുങ്ങല്ലൂർ വന്ന്, ആൽത്തറയിലിരുന്ന്, അമ്പലത്തിൽ പ്രവേശനം കിട്ടിയില്ല. ഇവിടുന്ന് പോയി കൊച്ചിയിൽ ദിവാൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ തിരുവനന്തപുരത്ത് പോയി, കന്യാകുമാരി പോയി. ഇതൊക്കെ എന്തിൻ്റെ മുന്നോടിയായിരുന്നു? 1893 ചിക്കാഗോ മതമഹാസമ്മേളനം. ആ മതമഹാസമ്മേളനത്തിൽ സ്വാമി പറഞ്ഞു, വസുദൈവ കുടുംബകം, ലോകമേ തറവാടി പുഴുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. പിന്നെ കുറേ പറഞ്ഞു, നമുക്ക് സമയമില്ല. ഞാൻ ഇത് ഓർമ്മിക്കാൻ കാരണം, വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ 4 പേരവിടെ പോയി. ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിൻ്റെ 100ാം വർഷം ആചരിക്കാനാണ്. മാർപ്പാപ്പ പറഞ്ഞു, നമ്മളെല്ലാം ഒന്ന്. വിവേകാനന്ദ വസുദൈവ കുടുംബം, ഒരു കുടുംബം, ഇത് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കും. ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണിത്. ഒരു ഭാഗത്ത് നടക്കും. അമ്മമാരെ, സഹോദരിമാരെ, ഹിന്ദുക്കളിൽ പ്രത്യേക സ്വഭാവക്കാരാണ്. നമ്മൾ എല്ലാവരും പറയും, ഹിന്ദുക്കൾ എത്ര വിശാല മനസ്ഥിതിയാണ്, എന്തൊരു ത്യാഗമാണ്. വലിയ മതപ്രമാണത്തിൽ കേൾക്കുന്നതാണ്. അവർക്കൊരു സ്പർദ്ധയില്ല. ഇങ്ങനെ കേട്ട് നമ്മൾ അയഞ്ഞ് സമർപ്പിച്ച് മകൾ പോയി, സ്വത്ത് പോയി, ധനം പോയി, അധികാരം പോയി. അതുമാത്രമല്ല, ഹിന്ദു നാമധാരികളായ MLA-മാർ, MP-മാർ, ഞാനൊരാളുടെ പ്രസംഗം കേട്ട് വായിച്ചു. വൃതം, ഖുറാൻ, അദ്ദേഹം എന്താ പറഞ്ഞ തീരുന്നില്ല. നമ്മുടെ പ്രതാപൻ, ഞാൻ കേട്ടതാണ്. ഗണേശൻ സുവിശേഷ യോഗത്തിൽ പോയി. ഇന്നലെ VD സതീശൻ സുവിശേഷ യോഗത്തിൽ പറയാ, ഈ ബിഷപ്പിന് കൊടുത്ത അതേ ദേവി, ആ അമ്മ കന്യാമറിയം എനിക്കും അനുഗ്രഹം നൽകുകയാണ്. ആലോചിച്ച് നോക്ക്. ഞാനിത് എന്തിനാ പറയുന്നറിയാം? മഹാദുഷ്ടന്മാരായ ആൾക്കാരാണ് ഇവരെല്ലാം. ഹിന്ദു സമൂഹത്തിൻ്റെ പ്രശ്നം വന്നാൽ, അമ്പലത്തിൻ്റെ പ്രശ്നം വന്നാൽ, ഹിന്ദുവിന് അവകാശപ്പെട്ട കാര്യങ്ങളുടെ പ്രശ്നം വന്നാൽ ഇവരാരും തിരിഞ്ഞു നോക്കാറില്ല. 140 MLA-മാരും വഖഫിന് അനുകൂലമായി കൈപൊക്കി. അയോധ്യ പ്രശ്നം വന്നപ്പോൾ 140 പേരും അയോധ്യക്കെതിരെ കൈപൊക്കി. ആലോചിച്ച് നോക്കും. ബംഗ്ലാദേശിൽ 3 സന്യാസിമാർ കസ്റ്റഡിയിലാണ്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. സ്വാമി പറഞ്ഞ അമ്മമാർ, സഹോദരിമാർ വഞ്ചിക്കപ്പെട്ടു. ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടോ? ചാനൽ ചർച്ചയിൽ പോയിരുന്ന് ഗംഭീരമായി വാതുറക്കുന്നവർ എവിടെ? AC റൂമിൽ സുഖമായി ഇരിക്കുകയാണ്. ഡോക്ടറേറ്റ് എടുത്ത ചില ആൾക്കാരുണ്ട് ഇവിടെ നടക്കുന്ന പ്രസംഗം. ഹിന്ദു, മഹാഭാരതം, രാമായണം. എവിടെയാണ് ഡോക്ടറേറ്റ്? കാലടി സംസ്കൃത സർവകലാശാലയുടെ പിറകിൽ കൂടെ കയറി നേടിയ ആൾക്കാരാണ്. സത്യം. ഒരു ഡോക്ടർ ശ്യാം കുമാറുണ്ട്. സൂര്യനും ചന്ദ്രനും അടിയിലുള്ള എല്ലാം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എല്ലാത്തിനെ പറ്റി അഭിപ്രായം പറയും. അന്വേഷിച്ച് എത്തുമ്പോൾ എന്താണെന്നറിയാം? ആരൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫണ്ട്
നല്ല A1 ഈന്തപ്പഴം, നല്ല അറബി രാജ്യത്തുനിന്ന് വരുന്ന അത്തരത്തിലുള്ള ഫ്രൂട്ടുകൾ എല്ലാം കിട്ടിക്കഴിയുമ്പം എൻ്റെ ഭാഷ മാറും. അത് മതേതരത്വമാണ്. എല്ലാത്തിനും മതേതരത്വം കാണും. മതേതരത്വത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. സ്വാമി പറഞ്ഞില്ലേ, അവിടെ എഴുതി വച്ചിരിക്കുന്ന അള്ളാഹുവല്ല. 5 നേരം നമ്മൾ കേൾക്കുക, രാവിലെ മുതൽ 5 നേരം. ലോകം മുഴുവൻ നോക്കൊരു ഹിന്ദു ഒരിക്കലും ഒരു മതത്തെ തള്ളി പറയാറില്ല. എല്ലാവരും സ്വീകരിക്കുന്നവരാണ് ഹിന്ദു, എല്ലാം സഹിക്കുന്നവനാണ് ഹിന്ദു, എല്ലാത്തിനും ഈശ്വരനെ കാണുന്നവനാണ് ഹിന്ദു. ഇവിടെ ആന അത്ര അകന്ന് നിൽക്കണം, ആന സിദ്ധ നിൽക്കണം, ആരനെ നിൽക്കണം, ദക്ഷ നിൽക്കണം, തീരുമാനിക്കും. ഒരു ലക്ഷക്കണക്കിന് പശുക്കളെയും കാളകളെയും കൊന്ന് അറത്തിടുന്നതിന് ആർക്കും, മനുഷ്യ സ്നേഹികൾക്കും മൃഗസ്നേഹികൾക്കും ഒരഭിപ്രായമില്ല. ആനയെ പറ്റി നോക്കാം. ആന എത്ര മൃഗങ്ങളെയാണ് കൊല്ലുന്നത്? എവിടെ പോയി പരിസ്ഥിതിക്കാർ? മൃഗസ്നേഹികൾ എവിടെ പോയി? ആർക്കും മുന്നാട്ടില്ല. എല്ലാവർക്കും പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഹിന്ദു ധർമ്മത്തെപ്പറ്റി, ദേവന്മാരെ പറ്റി, ദേവിമാരെ പറ്റി, ക്ഷേത്രങ്ങളെപ്പറ്റി, വിശ്വാസങ്ങളെ പറ്റിയല്ല. കുറെ കൂടെ കഴിഞ്ഞാലോ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത എല്ലാത്തിനെ പറ്റി പറയും. ഇപ്പോൾ വലിയ പറഞ്ഞ ശ്യാംകുമാർ ഗവേഷണം നടത്തുക, ഭഗവാൻ വേദവ്യാസൻ ആരായിരുന്നു? അതേ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതേ OBC അല്ല, ഇയാൾ കണ്ടുപിടിച്ചിരിക്കുക. വാൽമീകി ആരാണ്? സഹോദരന്മാരെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ലോകം മുഴുവൻ നോക്കുമ്പോഴും 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ശ്രേഷ്ഠമായ രാജ്യം, സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം. ശരിയാണ്, ഇടക്കാലത്ത് നമുക്ക് ജാതി ഉച്ചനീതിത്വമൊക്കെ ഉണ്ടായി, അതെല്ലാം ഉണ്ടായി, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതെല്ലാം മറന്നു. സമാജം കൂടി ഒന്നായിട്ട് മുന്നേറുകയാണ്. ആ സമയത്ത് ഇവരെന്തിനാണെന്ന് അറിയത്? തമ്മിലടിപ്പിക്കണം. അഖില ലോക അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം, നിരീശ്വരവാദി, ഫ്രീ തിങ്കേഴ്സ്, ഇങ്ങനൊരു കമ്പനിയുണ്ട്. അവർ പറയാണ്, ഭാരതത്തിൻ്റെ ആരുമില്ല. ആഫ്രിക്കയിലൊരു മൂലയെന്ന് വന്ന ആൾക്കാർ കുടിയേറുകയാണ് ഭാരതത്തിനെന്ന്. ഇങ്ങനെയുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കും, പാരമ്പര്യത്തെ വളച്ചൊടിക്കും. അത് മാത്രമല്ല, ഈ രാഷ്ട്രത്തിൻ്റെ അടിത്തറയായ സനാതന ധർമ്മത്തെ തകർക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇവർ മുഴുവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂർക്കാരൻ വീട്ടിൽ നന്ദകുമാർജി നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട്. പണ്ട് ബംഗാളിൽ നിന്നൊരു ഒരാൾ എറണാകുളത്ത് വെച്ചൊരു സ്റ്റഡി ക്ലാസ്, ഇതേ കോളേജ് പഠിക്കുക, അവിടെ പോയി അദ്ദേഹം പ്രസംഗത്തിലെല്ലാം പറഞ്ഞു, മുഴുവൻ ഭാരതത്തെ പിന്നോട്ടടിക്കുന്നത് മഹാഭാരതമാണ്, രാമായണമാണ്, ഭഗവത്ഗീതയാണ്, വേദങ്ങളാണ്. നന്ദകുമാർ പറയുക, കേട്ടപ്പം കൊണ്ടൊരു വീര്യം തോന്നി. ഞാൻ എന്തായാലും തീരുമാനിച്ചു, എൻ്റെ അച്ഛൻ എന്നും ഭാഗവതം വായിക്കുന്ന ആളാണ്. ഭാഗവതം ശരിക്ക് കണ്ണാടിക്കൂട്ടി വെച്ചിരിക്കുക. ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഭാഗവതം കത്തിക്കുകയോ മഹാഭാരതം കത്തിക്കുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യും. വീട്ടിൽ വന്നു, കണ്ണാടിക്കൂടിൻ്റെ അടുത്ത് വരെ പോയി. അച്ഛൻ അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് അച്ഛൻ്റെ ഇരിപ്പും അച്ഛൻ്റെ വായനയും മനസ്സിൽ തെളിഞ്ഞു. അദ്ദേഹം തീരുമാനിച്ചു, ഈ പുണ്യഗ്രന്ഥം കത്തിച്ചിട്ട് ഒരു പുരോഗതി എനിക്ക് വേണ്ട, പുറകോട്ട് പോകണം. പറയാനുള്ള സന്ദർഭം എന്താണെന്നറിയാം? കോമറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു യുക്തിവാദികളുടെ ഒരു മാസിക എന്തൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു ലേഖനം ചോദിച്ചുകൊണ്ട് അവർ വന്നപ്പം ഇത് അങ്ങോട്ട് പറഞ്ഞു, ഞാനിത് തരട്ടെ. അവർ ഒന്നും പറയാൻ സ്ഥലം വിട്ടു. എത്ര അനുഭവം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ജാഗ്രത. നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ എന്താ പഠിപ്പിക്കുന്നു? ഹരിശ്രീ ഗണപതയെ നമ. ഒരു മന്ത്രി പറഞ്ഞു, ഹരിശ്രീ ഗണപതി വേണ്ടെന്ന് ഒരു മന്ത്രി. വേറൊരു മന്ത്രി, ദേവസ്വം മന്ത്രി, ശബരിമല ഗംഭീര ശരണം വിളി നടക്കുന്നു, ദൈവാരാധന നടക്കുന്നു. മന്ത്രി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ മന്ത്രിക്കൊരു മതേതരത്വം ഉണ്ടായിരുന്നുകൊണ്ട് വാവർ നടയിൽ പോയി ഭക്ഷണം മേടിച്ച് തൊട്ടു. ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് എല്ലാം. ഞാൻ പറഞ്ഞത്, ഇതേ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടി, തമ്പി സാറുണ്ടായിരുന്നില്ല, പുതുമന പരിപാടി,
ആ അന്ന് നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നു, അന്ന് 2 മന്ത്രിമാർ, ഞാനുണ്ടായിരുന്ന പരിപാടി. അവിടെ ഗണപതി എല്ലാം ഉണ്ട്, തൊഴുന്നു കാര്യം. എന്നാലോചിച്ചത് എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഇനിയെങ്കിലും തിരിച്ചറിയും ഈ പവിത്രമായ ഭാരതം. നമ്മൾ യോഗിയെ പറ്റി പറഞ്ഞു, നമ്മുടെ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പറ്റിയും ഉത്തർപ്രദേശിനെ പറ്റിയും 2 കരസഭയ്ക്കും പോയ ആളാണ് ഞാൻ. 2 കരസഭയ്ക്കും പോയ ആളാണ് ഞാൻ. പൂർണ്ണമായും അഭിമാനത്തോട് ചിന്തിച്ച് ജയ് ശ്രീരാമളികളിൽ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു വരുമ്പം ഭാരതം മുഴുവൻ അതിൻ്റെ അലയൊലികളുണ്ടായി. നമ്മുടെ കേരളം എല്ലാ രംഗത്തും നമ്മൾ മുന്നിലാണ്. നമുക്ക് പറ്റിയത് നമുക്കൊരു അശ്രദ്ധയുണ്ട്. സാരമില്ല. ഇനിയെങ്കിലും ഭൂമി, മക്കള്, സ്വത്ത്, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അത് നേടിയെടുക്കാനുള്ള കരുത്ത് നമുക്ക് വേണം. ലോകത്ത് മുന്നേറുന്ന നമ്മൾ മാത്രമാണ്. ബാക്കിയെല്ലാം എന്ത് തത്വസിദ്ധാന്തം പറഞ്ഞാലും ശാസ്ത്രീയ അടിത്തറ ഇല്ല. ഇത് ശാസ്ത്രീയ അടിത്തറയാണ്. ഇനി എന്ത് തർക്കിച്ച് അവസാനം വന്നാലും ശരി, ശ്രീശങ്കരൻ പറഞ്ഞതുപോലെ ശ്രീശങ്കരൻ അങ്ങേ അറ്റത്തെത്തി. ഗുരുവിനെ കാണാൻ വേണ്ടി ഓങ്കാരേശ്വരത്തിൻ്റെ പിന്നിലുള്ള ഗുഹയുടെ അടുക്കൽ ചെന്ന് ഗുരുവിൻ്റെ അടുക്കിലെത്തി. ഗുരു ചോദിച്ചാരാ? ഉടൻ തന്നെ ശ്രീശങ്കരൻ പറയാ, ഞാൻ ദേഹമല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ ആകാശമല്ല, ഞാൻ ജലമല്ല, ശിവോഹം ശിവോഹം, ഞാൻ ബ്രഹ്മമാണ്. അവസാനം അവശേഷിക്കുന്ന അത് മാത്രം. നമുക്കിന്ന് ദൈവദശകത്തെപ്പറ്റിയും ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയും ഞാനിടയ്ക്ക് പറഞ്ഞില്ലേ, ആ മഹാപുരുഷന്മാരുടെ, സന്യാസശ്രേഷ്ഠന്മാരുടെ, ആചാര്യന്മാരുടെയൊക്കെ പരിശ്രമഫലമായിട്ട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അയ്യാ വൈകുണ്ഠസ്വാമിയും വാഗ്ബടാനന്ദനും അതേപോലെ എത്രയോ ആചാര്യന്മാർ പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ എല്ലാ വ്യത്യാസവും മറന്ന് ജാതിഭേദം മതദ്വേഷം ഒന്നുമില്ലാതെ നമ്മൾ ഒന്നിച്ച് മുന്നേറുകയാണ്. ഏത് ശക്തി വിചാരിച്ചാലും ശരി, മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് ഒരു അകൽച്ച ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മക്കളാണ്. ശ്രീരാമൻ്റെ, ശ്രീകൃഷ്ണൻ്റെ ഈ മഹത്തായ ഋഷിമാരുടെയും പരമ്പരയാണ്. അതിൽ നമ്മൾ അഭിമാനിക്കണം. ആലപ്പുഴ പോകുമ്പോൾ കൃപാസനം ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ പോകാറുണ്ട്. കൃപാസനം അവിടെ ഇരുന്നാൽ 15 കൊല്ലമായി കുഞ്ഞില്ലാത്ത അമ്മയ്ക്ക് കുഞ്ഞുണ്ടാവും. ആ കൃപാസനത്തിൻ്റെ മാസികയുടെ പുറത്തിരുന്നാൽ മതി. കൊടുങ്ങല്ലൊരു അമ്മ ഇതൊക്കെ കാണുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ കുറേ ഉണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യൻ പ്രധാന സഭകളൊന്നുമല്ല, ഈ സുവിശേഷകന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മുഴുവൻ വഞ്ചനയാണ്, ചതിവാണ്. തിരിച്ചറിയണം. അതുപോലെ ബാക്കിയുള്ള വഷള പ്രസംഗങ്ങൾ, മതപ്രഭാഷണങ്ങൾ എല്ലാം ടാർഗറ്റാക്കുമ്പം ഹിന്ദുവിനെയാണ്. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാളാണ്. അനാഗത ശ്മശ്രു. അർത്ഥം മനസ്സിലായോ? അനാഗത ശ്മശ്രു അർത്ഥം പിടികിട്ടിയ? അനാഗത ശ്മശ്രുവായ ഒരാളുണ്ട്. ആ വെളുത്തച്ഛൻ്റെ ആളാണ്, അവരുടെ ആളാണ്. തമ്പി സാറിന് അറിയോ? അറിയില്ല? രാഘുലീശ്വർ വെളുത്തച്ഛൻ്റെ ആൾ, അവരുടെ ആൾ. അയാൾ പറയാണ്, ഈ രാജസ്ഥാനിലെ അതിൻ്റെ അടി ശിവലിംഗയില്ലെന്നും എൻ്റെ വിഡ്ഢി കൂഷ്മാണ്ഡം ഉത്തരഭാരതത്തിലെ ഏത് പള്ളി നോക്കിയാലും അതിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവും. സംശയമൊന്നും വേണ്ട. കാരണം എന്താ? ലോകത്തുള്ള ഏതെങ്കിലും പള്ളിയുടെ അടിയിലൊരു, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ അടിയിൽ ഒരു പള്ളി ഉണ്ടാവില്ല. എന്താ കാരണം? ഇതുവരെ ഹിന്ദു ഒരു ക്ഷേത്രവും പള്ളി നശിപ്പിച്ചിട്ടില്ല, പള്ളി തകർത്തിട്ടില്ല, മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാം. ബാക്കി ആർക്കെങ്കിലും പറയാൻ കഴിയും? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെല്ലാം പ്രസംഗം പറയുമ്പോൾ അക്ബർ ദി ഗ്രേറ്റ്, ബാബർ ദ ഗ്രേറ്റ്, പിന്നെ ഗോറി നിങ്ങളുടെ അമ്മാവനാണ്, നിങ്ങളുടെ അപ്പൂപ്പനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ പൊക്കി പറയും ടിപ്പു മഹാൻ. നാട്ടുകാർ തിരുവിതാംകൂറിലും മലബാറിലൊക്കെ ഒരു മൃഗത്തിനിരുന്ന പേരായിരുന്നു ടിപ്പു. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് ടിപ്പു. മനസ്സിലായല്ലോ? എന്താ കാരണം? ഉള്ളിലുണ്ടാകൊണ്ടാണ്. ഞാൻ ആരും കുറ്റം പറയുന്നത്. നമുക്കെല്ലാം എല്ലാ മതങ്ങളെയും വിശ്വസിക്കുകയും എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും മത ആക്ഷേപം നടത്താതിരിക്കുന്ന ഏക ജനത ഹിന്ദു, ഏക ജനത. ബാക്കി മുഴുവൻ കേട്ടു നോക്കണം. മദനി പ്രസംഗിച്ച് നടന്നപ്പോൾ ഞാനും കേട്ടതാണ്. എന്താ പറഞ്ഞത് ഇന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. തിരുവനന്തപുരം മുതൽ ഞാൻ കേട്ടതാണ്.
പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിക്കുമ്പോൾ ഞാനവിടെ ഉണ്ട്. നമ്മൾ കേട്ടത് ഇപ്പം മഹാ ആലോചിച്ച് നോക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജാഗ്രത. ഈ ആചാര്യന്മാർ സ്വീകരിക്കേണ്ടത് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദനും രാമകൃഷ്ണദേവനും ഒക്കെ പറഞ്ഞതെന്ത്? അതാണ് നമുക്ക് വേദവാക്യം. എവിടെ ഇരുന്നിട്ട് ആരെങ്കിലും ഒരു മൂല ഇരുന്നിട്ട് ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ, കാലടി സർവകലാശാല പ്രൊഫസറായി പിന്നിൽ കൂടി ഡോക്ടറേറ്റ് നേടിയ നമ്മുടെ പറവൂറുകാരനായ, പേര് ഞാൻ പറയുന്നില്ല, കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അവസാനം എങ്ങനെയായിരിക്കും? നമ്മുടെ മുകുന്ദൻ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ വന്നു. ഭഗവാനെ, ചെയ്ത കാര്യങ്ങളൊക്കെ ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ. MD വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വന്നു. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. RK ശേഖർ, സംഗീത സംവിധായകൻ, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ആൾ. അദ്ദേഹം തീരെ വയ്യാതായി. വിദ്യാധരൻ മാഷിനൊരു കത്തെഴുതി. അപ്പോൾ വയ്യ, എന്ത് ചെയ്യും? മകനാണ് ദിലീപ്, അമ്മയും മകനും മാത്രം. അപ്പം സഹായിക്കാൻ വേണ്ടി സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, മതത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ എത്തി. ഒരു താടി അവിടെ എത്തി സഹായിക്കാൻ തുടങ്ങി. RK ശേഖർ മരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് മകൻ A.A. റഹിമാൻ, അമ്മ പാത്തുമ്മ. ഇത് പറയാൻ കാരണമുണ്ട്. ഇന്നലെ ഞാൻ വാട്സപ്പിൽ കണ്ടു, A.A. റഹിമാൻ ഒരു ചരട് കെട്ടിയിരിക്കുന്നു. കൃഷ്ണ കോൺഷ്യസ് അവരുടെ ഒരു ചരട് കെട്ടിയിരിക്കുന്നു. ഇസ്ലാം മതം അനുസരിച്ച് ചരട് കെട്ടാൻ പാടില്ല. അപ്പം അതിൻ്റെ അടിയിലുണ്ട്, അദ്ദേഹം തിരിച്ചു വരുന്നു. അമ്മേ ദേവി ദുർഗേ ഭഗവതി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.